എന്നിട്ട് അവരത് അങ്ങോട്ട് അയക്കും. പിന്നെ അവിടെയാണ് എൻ്റെ ബാക്കി പരിപാടികൾ. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചാണ് മീറ്റിംഗ് എന്ന്. ഹേയ് അങ്ങനൊന്നുമില്ല. ഈ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്നെന്തോ വലിയ ചർച്ചയില. കൊച്ചിയിൽ മെട്രോ വരുന്നതിനെ കുറിച്ചാ തോന്നുന്നു. ആ സീരിയസ്നെസ് കണ്ടില്ലേ? ഈയിടെ സീരിയസ്നെസ് ഇച്ചിരി കൂടുതലാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവള് റോയ്ച്ചനെ വളച്ചൊടിക്കും. എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യണം ഉടനെ. ഈയിടെ അവിടെ കളി ഇപ്പം റോങ് സൈഡ് കയറിയാ. ഒരു യെല്ലോ കാർഡ് കൊടുത്ത് പുറത്തു നിർത്തിയാലോ? അത് കൊടുക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. ഉണ്ടല്ലോ, റോയ്ച്ചനുണ്ടല്ലോ. യെല്ലോ കാർഡ് നമുക്ക് തന്നാലും തരും, അവക്ക് കൊടുക്കില്ല. ആ അവസ്ഥയില്ല. നീ ആ കാര്യം മറന്നോ? ആ കാര്യം നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എന്ത് കാര്യം? അത് ചിന്തിച്ചാലേ പറ്റൂ. ഇപ്പോ റോയ്ച്ചനെ കൊണ്ട് അവൾക്ക് കാർഡ് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കാർഡിന്റെ കളർ മാത്രം തീരുമാനിച്ചാൽ മതി. കളറോ? ആ, യെല്ലോ വേണോ അതോ റെഡ് വേണോ? പോടാ. വെച്ചിട്ടുണ്ടടി. പറു, എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്ത് പറയാനാ, ഞാൻ എന്തിനും റെഡി. പക്ഷെ എങ്ങനെ? ചിന്തിച്ചാലാണോ വഴി കിട്ടാത്ത? എന്ത് ചെയ്താലും വേണ്ടില്ല, അവളെ നമ്മുടെ റോയ്ച്ചനെ അകറ്റണം. അല്ലെങ്കിൽ നമ്മുടെ റോയ്ച്ചനെ നമുക്ക് നഷ്ടപ്പെടും. നമുക്കൊരു കൊട്ടേഷൻ കൊടുത്താലോ? കൊച്ചിയിൽ അതിന് കുറവൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കൂടാ? എത്ര സിനിമയിലാ അതൊക്കെ ഉള്ളത്? ഈ നത്ത് പോലത്തെ പെണ്ണുങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് വില്ലന്മാരൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്നേ. എടാ അത് സിനിമയല്ലേ, നമുക്കതിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, അവളുടെ സിനിമ റോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് അവളുടെ ഇരിപ്പ്. ഏയ്, അത് ഡേഞ്ചറാ. അവളുടെ ഉന്നം കാശാണ്. മാത്രമല്ല നമ്മളെല്ലാം ഭരിക്കാനുള്ള അവകാശവും അതനുവദിക്കാൻ പറ്റത്തില്ല. അതോടുകൂടി തീരും എല്ലാ സമാധാനവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ ഇങ്ങോട്ട് കയറി ഉടക്കുന്ന ടൈപ്പാ. ഇനി അവൾ വരുമ്പോ നമ്മൾ അങ്ങോട്ട് കയറി ഉടക്കണം. അത് റോയിച്ചാൻ കാണുകയും വേണം, അറ്റ്ലീസ്റ്റ് അറിയെങ്കിലും വേണം. അവൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും നമ്മൾ സഹിച്ച് അവളെ പ്രകോപിതയാക്കണം. എങ്ങനെയുണ്ട്? എടാ സണ്ണി, അവളെന്നെ എന്ത് വേണേലും ചെയ്താലും നമ്മുടെ റോയ്ച്ചൻ അവളൊന്നും ചെയ്യാൻ പാടില്ല. ഓ, എന്ത് പറഞ്ഞാലും അവനൊരു സിനിമ. നീ പറടാ. അതായത് അവൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും നമ്മൾ ശാന്തരായിരിക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ടോ എങ്ങനെയാ എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നത്? അളിയാ സമ്മതിച്ചു. നിന്റെ ബുദ്ധി അപാരം തന്നെ. അതിനെ ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അതെങ്ങനെ വർക്കൗട്ട് ആവുന്നത് കണ്ടോളാനല്ലേ പറഞ്ഞോളൂ. നീ പറഞ്ഞല്ലേ, അതിലെന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലേറ്റസ്റ്റ് അപ്ലോഡ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇംഗ്ലീഷ് പറയരുതെന്ന്. കുടി പിടി കുടിച്ചോ. പാവം ഓരോടൊന്നോ പറ്റിപ്പോയതാ. പോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം ഉണ്ടാ? ഇംഗ്ലീഷ് പറയുമ്പോ എന്താന്നറിയില്ല, പണ്ടാര ചുമ. ഇത്ര വൃത്തിയുള്ള കുട്ടീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആരാണത്? ഒറ്റ കുത്തു വെച്ചിട്ട് നിന്നെ പറ്റി ഞാൻ പറഞ്ഞേ. ഓ താങ്ക് യു താങ്ക് യു. ഇന്ന് സുനില് വന്നില്ലേ? അവൻ ലീവില. നിന്നെ കണ്ട് ഒരുപാട് ഈ തലമുറയ്ക്ക് പഠിക്കാൻ കേട്ടോ. പുതിയ തലമുറ മര്യാദക്ക് ജീവിച്ചു പോകുന്ന കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലല്ലേ? എന്നെ കണ്ട് പഠിച്ച എന്താണ് പുതിയ തലമുറയ്ക്ക് കുഴപ്പം? കുഴപ്പമുണ്ടാവാൻ ആ തലമുറ ഉണ്ടായിട്ട് വേണ്ടേ? നിന്നെ കണ്ടുപിടിച്ച എന്റെ പിറ്റെന്ത് തന്നെ ആ തലമുറ മുഴുവനായിട്ട് ചത്തൊടുങ്ങും. പിന്നെന്ത് പറ്റാ? പിന്നെന്താ, നിന്നെ കണ്ടാണോ പഠിക്കേണ്ടത്? അയ്യോ, അത് ചിലപ്പോ ലോകാവസാനം വരെ സംഭവിച്ചോളൂ. ഈയടാ ഇവരെല്ലാത്തോടിക്കുന്ന മണ്ടത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാൻ ഒരു മണ്ടി. നമുക്ക് വിവരമുണ്ടല്ലോ, അത് മതി. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. നമ്മളിങ്ങനെ അടികൂടിയാ നേഹനെ പുറത്താക്കാൻ പറ്റുമോ? പിന്നെ ഇതിൽ ആരാണ് മണ്ടൻ ആരാണ് മണ്ടി എന്നുള്ള മത്സരത്തിന്റെ രണ്ടാം ഘട്ടം നേഹനെ പുറത്താക്കിയതിന് ശേഷം മതി എന്നാണ് ഈ എളിയ കലാകാരന്റെ അപേക്ഷ. ഈയ ഒരു കലാകാരൻ വന്നിരിക്കുന്നു. നിന്നെ കലാകാരനെന്ന് വിളിച്ചാ ശരിക്കും കലാകാരനെ എന്തെന്ന് വിളിക്കൂടാ? നീ എന്ത് വേണേ പറഞ്ഞോ, പക്ഷെ എന്റെ പ്രോവിഡൻസിനെ കുറിച്ച് നീ ഒന്നും പറയരുത്. എന്ത് പ്രോവിഡൻസാ? ആ, എന്റെ പ്രോവിഡൻസ് എന്തായാലും തെറ്റ്. എടാ, പ്രോവിഡൻസ് എന്ന് പറഞ്ഞ പ്രവർത്തന മേഖല. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കുന്നേ? എന്റെ കർത്താവേ, ഈ കുഞ്ഞിന് ഇച്ചിരി കൂടി വിവരം നൽകണമേ. ഇപ്പൊ ഇതിലെന്താ തെറ്റുള്ളത്? പറ. രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയായിരുന്നല്ലോ. എടാ, പ്രൊവിഡൻസ് അല്ല പ്രൊഫഷൻ, മനസ്സിലായ? പ്രൊഫഷൻ. ശരിയാവുന്നില്ല. എന്റെ ഷാക്ക് എന്തെങ്കിലും പറ്റിയോ? വന്ന് രണ്ടുപേരും കൂറ വിറ്റുകളാണ് അടിക്കുന്നത്. വിറ്റെന്തെന്ന് ഞാൻ കാണിച്ചു. ഭയങ്കരം. ഇത് മുഴുവൻ വിറ്റ് കാണിക്കുമെന്നായിരിക്കും പറഞ്ഞത്. പോടാ, എന്റെ വിറ്റയായിട്ട് നീ ചിരിച്ച് കരയും. വെല്ലുവിളിയാണോ? 100%. എന്നാ കാണാം.
ഡാനതെ ഈ ഡാർക്ക് ചോക്ലേറ്റ് കണ്ടോ? നിന്റെ ഫേവറേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതും ഫ്രഞ്ച് ഫ്രൈസും കോൾഡ് കോഫിയും ഒക്കെ നിനക്ക് തരാം. പകരം പകരം ഞാൻ എന്റെ ജീവൻ തട്ടെ. അയ്യേ, എനിക്കൊന്നത് വേണ്ട. പകരം ടെൻഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞു തൊലക്കടി. പകരം അന്ന് ബെറ്റ് വെച്ചില്ലേ, അതിൽ 9 അടി ബാക്കിയില്ല, അതിൽ ഒരെണ്ണം കൊടുത്ത. നീ ചതിച്ചി വഞ്ചകി. നീ വേറെ എന്ത് കയറി പിടിച്ചിരുന്നെങ്കിലും ഞാൻ അവനെ ട്രാക്ക് മാറ്റിയെടുത്തേനെ. നീ എന്റെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചില്ലടി. വലത്തോട്ട് മാറിക്കടാ. മാറി നിൽക്കാം. എങ്ങോട്ട് വേണോ മാറി നിൽക്കാം. നല്ല കവിള്. ഫ്രൈസ് കോൾഡ് കോഫി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ബെറ്റ് വെച്ചേ. അതിങ്ങനെ നിസ്സാര കാര്യത്തിനൊന്നും ഞാൻ കളയില്ല. തല്ലുമ്പോ അത് അതിൻ്റെതായ രീതിയിൽ ഞാൻ തല്ലു. പൊക്കോ. ഏത് നേരത്താണോ ഈ ബെറ്റ് വെക്കാൻ തോന്നിയത്? ഈശ്വര, ഭ്രാന്തന്റെ കയ്യിലാണല്ലോ തോക്ക് വെച്ചു കൊടുത്തത്. ഈ ബെറ്റ് കഴിയുമ്പോ എന്റെ കരണം പൊളിയും. ഡാ, പോടാ. ചിലപ്പോ ഞാൻ ഓർക്കും നിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഇത്ര പക്വത ഉണ്ടോ. അതെന്താ? അതല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ പറ. എനിക്ക് അങ്ങനെയൊന്നും ചുമ്മാ പറയാൻ അറിയില്ല. പിന്നെ ഞാൻ ആരോട് കയറിയൊന്നും ചോദിക്കാറുമില്ല. കുറച്ച് അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ. പിന്നെ ഇവളൊഴികെ മറ്റാർക്കും ബുദ്ധിയില്ല എന്നൊരു വിചാരമാണ് ഇവളെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹലോ ഹലോ. ഛേ, ആരായിരുന്നു? അറിയില്ല. ഓ, അല്ല, സാജൻ എന്നുവരെ ലീവ് ഉള്ളത്? ഇന്നും കൂടെ ഉള്ളൂ. എന്താ? അല്ല, ഞാൻ വിചാരിക്കുകയായിരുന്നു അന്ന് പോയതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബോട്ടിങ്ങിന് പോണം. പിന്നെന്താ, പോയിക്കളെ. സാജ എന്തുണ്ട്? ഇങ്ങനെ പോകുന്നു റോയിച്ച. ഹായ് നേഹ. ഹായ്. അയ്യോ, എന്താ? എന്ത് പറ്റി? ഒരു പ്രധാന കാര്യം മറന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. നോ പ്രോബ്ലം, പോയിട്ട് വരാം റോയിച്ച. സാജനെന്ന് ലീവാണോ? അതെ, എന്താ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ, അതാ. കഴിഞ്ഞ മാസങ്ങളിലെ കുറെ ലീവ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ പാറുവിന്റെ മമ്മി നിന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തേ ഉള്ളൂ. പിന്നെ പുതിയ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ആ, അതിന്റെ വർക്ക്ഷോപ്പിലായിപ്പോ. പക്ഷേ ഇപ്പൊ കോഫി ഷോപ്പിലാണല്ലേ. ഇന്ന് ലീവായിട്ടാണല്ലോ. തമാശയാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ ചിരിക്കായിരുന്നു. അയ്യോ, നിങ്ങൾ വൈകി പോയി. നിങ്ങൾ സാജന തമാശ ഒന്നും കേട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ ഒരെണ്ണം പറഞ്ഞേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഞാൻ ചിരിക്കാനേ മറന്നുപോയി. ആ, അതാണ് വെറൈറ്റി തമാശ. നീ തമാശ പറയുമ്പോ നമ്മളൊക്കെ ചിരിക്കാറില്ലേ? സാജന തമാശ കേട്ടാ നമ്മൾ ചിരിക്കില്ല, നമ്മൾ ചിന്തിക്കും അത് തമാശ ആണോ അല്ലയോന്ന്. അത് റേഞ്ച് തമാശയാണല്ലോ സാജ. അത് ചില തമാശകളുടെ പ്രത്യേകതയാ. നേഹ വല്ല തമാശ പറഞ്ഞായിരുന്നു പാറു? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തമാശ പറയാറില്ല. ഇല്ലേ? ഇല്ല. എടാ, മനസ്സിലായില്ല നിനക്ക്? ഇവരെ പോലെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാര് മണ്ടത്തരം പറയുന്നതാണല്ലോ പിൽക്കാലത്ത് തമാശയെ മറന്നത്. ഓ, അങ്ങനെ. സാറയുടെ തമാശ ഇത്തിരി കൂടുന്നുണ്ടേ. റോയ്ച്ചനിങ് വരട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്ന ആൾക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് വേറെയാണ്. അതെന്താണാവോ? അത് പുറത്ത് പറയാൻ കൊള്ളാത്ത പേരാ. എന്താ? സാറാന്നാ? അല്ല, നേഹാന്നാ. ആ, അത് കൗണ്ടർ കാലക്കി മോളെ. താങ്ക്സ് ഡാ. Come on, നേഹ. അവര് തമാശ പറഞ്ഞല്ലേ, ലീവ് ഇറ്റ്. അല്ല സാജൻ അവരുടെ പ്രായല്ലേ? സാജനത്തെ ഡീസന്റ് ആയാ പെരുമാറുന്നത്. ഇവർക്ക് ഇത്ര പോലും ഡീസൻസി ഇല്ല. അല്ല, അതെല്ലാവർക്കും ഇപ്പൊ എന്നെ പോലെ ആകാൻ കഴിയില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുമാത്രമല്ല, ലോകത്തെയും കാണാത്ത ഫ്രണ്ട്ഷിപ്പും ഒരുമിച്ച് താമസവും. അത് നേഹ നീ പറയരുത്. സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് നീ നടത്തുന്ന ടൂറിനെ ഞങ്ങൾ മോശമായി പറഞ്ഞാ നിനക്ക് വല്ലതും പറയാൻ പറ്റുമോ? പക്ഷെ ഇത്ര വൃത്തിയായിട്ട് നാറ്റ കേസിനൊന്നും എന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പിന്നെ റോയ്ച്ച വലിയ പുണ്യാളൊന്നല്ല, എനിക്കെല്ലാം അറിയാം. നേഹ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നീ എന്താ പറഞ്ഞത്? എന്റെ കുട്ടികൾ ചീത്തപ്പേരുണ്ടാക്കേണ്ട വീട് മാറിയെന്നല്ലേ? എന്നെ നിനക്ക് സംശയമാണല്ലേ? തീരണു ഇതിവിടെ. ഇനി മേലിൽ എന്റെ മുമ്പിലൊന്നും വരുത്. ഈ ലോകത്ത് പപ്പയും മമ്മിയും കഴിഞ്ഞാൽ പിന്നെ ഇവര് 4 പേരും കഴിഞ്ഞിട്ടുള്ള എനിക്കെന്തും. നീ പോലും.
അവരെ നീ സംശയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ പിന്നെ റോയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് റോയുടെ വാക്കാ. നേഹ പോട്ടെ, സാരമില്ല. നോക്ക്, നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേർന്നവരൊന്നുമല്ല ഇവര്. റോയ്ച്ചൻ ഇന്നലെ ഇത്രയും പറഞ്ഞിട്ടും നീ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. അത് കുഴപ്പമില്ല സാജൻ, എനിക്ക് സങ്കടമൊന്നുമില്ല. ആർക്കെന്നെ മനസ്സിലായാലും സാജനെ മനസ്സിലായാലും അത് മതി. ദൈവമേ, ഓക്കേ. ഇനി ഇവിടെ ഇരിക്കണ്ട, നമുക്ക് വല്ല കോഫി ഷോപ്പിലേക്കും പോയി ഒരു കോഫി കുടിച്ച് ഫ്രഷ് ആവാം. അല്ല, ഇതല്ല, വേറെ കോഫി ഷോപ്പിലേക്ക് പോവാം. ഓക്കെ? എന്തൊരു സിമ്പതിയാ സാജനോട്. ഹോ, ആ തലോടലും ആശ്വസിപ്പിക്കലും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ നല്ലൊരു കെട്ടിപ്പിടുത്തം കൂടി കാണായിരുന്നു. ഒന്ന് പോടാ പൊട്ട അവിടുന്ന്. മനുഷ്യൻ അവിടെ ചങ്ങ് തകർന്നിരിക്കുമ്പോൾ അവന്റെ ഒരു അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സാജനോട് കുറച്ച് സംസാരിക്കണം. ഇരിക്കു പാറു. ഒറ്റയ്ക്ക് സംസാരിക്കണം. I've had enough. നേഹ, എന്താ പാറു? എന്തിനാ നേഹയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. എന്റെയും എന്റെ ഫ്രണ്ട്സിനെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച അവളെ നീ എന്തിനാ ആശ്വസിപ്പിക്കാൻ പോയത്? പാറു, അവൾ ഒറ്റപ്പെട്ടു പോയപ്പോ സാജൻ എന്താ? സാജന്റെ ആരാണ് അവള്? എന്താ പാറു ഇത്? നിന്റെ ചില നേരത്തെ സംസാരം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ സഹിക്കാതിരുന്നാ പോരെ. അങ്ങനെ ത്യാഗം സഹിച്ച് സാജനോട് ഇരിക്കണമെന്നില്ല. അപ്പോ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണോ? ഓക്കെ, എഗ്രി. എന്നാ ശരി, എനിക്ക് സമ്മതം. ബൈ. പാറു, ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? പഴയ കാലത്തെ പോലെ മറ്റൊരു പെൺകുട്ടിയുമായി മിണ്ടി അല്ലെങ്കിൽ അവളുടെ ഒരു വിഷമ സിറ്റുവേഷനിൽ സമാധാനിപ്പിച്ചു എന്ന് കരുതി നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ആ പെൺകുട്ടിയോട് ഏത് സിറ്റുവേഷനിൽ സംസാരിക്കാനുള്ള വിഷയം. സാജൻ വെറുതെ റൂട്ട് മാറ്റരുത്. റൂട്ടൊന്നും മാറ്റിയിട്ടില്ല. റൂട്ട് മാറ്റി മാറ്റി മാറ്റി. എന്റെ ഗീതു ആന്റി. ഗീതു ആന്റിക്ക് ഇപ്പൊ എന്താ പരമസുഖല്ലേ? ഇതുപോലത്തെ ഒരു പുരുഷനെ തലക്കേറ്റി വെച്ചിട്ട് ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കണം. കുരിശാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഗീതു ആന്റി, ഈ വാട്ടർ ഹീറ്റർ പോലത്തെ ഒരു സാധനത്തെ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് സ്വസ്ഥത എന്താണെന്ന് ഞാൻ മറന്നേ പോയി. സ്വസ്ഥത അത് സ്വന്തം കാര്യത്തിന് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ട് ജനിച്ചു വേണം നീ നിന്റെ ഈ സ്ട്രിക്ട് സ്വഭാവം ഓർഡർ എടുക്കലൊക്കെ ജിമ്മില് പിള്ളേരുടെ അടുത്ത് വേഷം കെട്ടിറക്കാൻ വന്നാണ്ടല്ലോ. വേഷം കെട്ടെടുത്താ നീ എന്ത് ചെയ്യടാ? ഇതിന് ഞാൻ അന്ന് നിനക്ക് ചെള്ളക്കെട്ട് തന്നതല്ലേ? മതി പണ്ടാരം, നിർത്തിക്കോ, ഇനി സംസാരിക്കണ്ട. ഞാൻ എപ്പ നിർത്തണം എപ്പ തുടങ്ങണം തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. ശരി, ആയിക്കോ. ഇനി ഞാൻ നിന്റെ പുറകെ വരില്ല. അതാ നല്ലത്. നിന്റെ കെട്ട ഒരുത്തനും വല്ലടി. ഇനി ഒരുത്തൻ വന്നാലും വല്ല പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കിട്ടിയവനായിരിക്കും, അല്ലെങ്കിൽ വല്ല പൊട്ടനായിരിക്കും. എനിക്ക് പൊട്ടനെങ്കിലും ഉണ്ട്. നിനക്ക് പെണ്ണ് കിട്ടുമെന്ന് ആർക്കറിയാം? നീ നോക്കിയോടി, അവളെ ഞാൻ സെറ്റാക്കിയിരിക്കും. അതൊക്കെ പുറത്തിറങ്ങിട്ട് വേണം, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന പിള്ളേരെ തനി കൊണം നീ അറിയും. അല്ല പിന്നെ മാറടി പുല്ലേ. നീ പണ്ടാരം ഔട്ട്. എന്തായാലും സംഗതി ഏറ്റു. അവളുടെ ഒരു ചേട്ടത്തിയമ്മ മേല് തീർന്നല്ലോ കളി. റോയ്ച്ചന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഒരു സങ്കടവും വേണ്ട. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴേ ആദ്യം ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അത് പ്രായത്തിന്റെ. പിന്നെ പിന്നെ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ മാത്രം അല്ലേ സാറാ? അല്ല സാറാന്ന് പറഞ്ഞ കൂട്ടുപിടിക്കണ്ട. ഡയലോഗേ തന്നെ താര പറഞ്ഞാ മതി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റോയ്ച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഹാ, നീ എന്തുകൊണ്ട് അത് പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അല്ല, തുല്യ ദുഃഖിതർക്കാണല്ലോ പൊതുവെ മനസ്സിലാവല് കൂടുതലും. ഇവരെന്താ ദുഃഖം? അല്ല, പാറുവിന്റെ കാര്യം പറഞ്ഞപ്പോ പാറുവിന് സാജനോട് തെറ്റേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്തോ ഒരു ദുഃഖം. പോവാൻ പറയണേ. അവക്ക് അവനൊക്കെ നല്ല കേൾക്കണ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. ഈ സാറേനോട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും കയറി ഫ്ലാഷ് ആക്കും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഡാ, പറ്റിയ സമയാടാ. ചെല്ല്, പോയി സമാനിപ്പിക്ക്. അത് വേണോ? വേണമെങ്കിൽ മതി, ചെല്ല്. വേണ്ട, നാളെ ആവട്ടെ. തുടങ്ങാം. പറു, നീ വിഷമിച്ചിരിക്കണോ?
അല്ല വിഷമിച്ചോളൂ കേട്ടോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെയല്ല, നമ്മൾ സ്നേഹിക്കുന്നവരെ കൂടെയാണ് നമ്മൾ ജീവിക്കണ്ടേ. ഈ പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈശ്വര മാറിപ്പോയോ? അല്ല, പഴമക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ. പക്ഷെ അവര് പറയുന്നതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോർ എക്സാമ്പിൾ, നിന്റെ നഷ്ടം എൻ്റെ ലാഭവും, എൻ്റെ ലാഭം നിന്റെ ലാഭം ആവാം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാൻ തന്നെ എൻ്റെ ശ്രമം. പക്ഷെ ഒന്ന് നേരെ പറയാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടില്ല. എന്തായാലും വളച്ചു ചുറ്റി കറങ്ങിത്തിരിഞ്ഞ് ഞാൻ മാറ്ററിലേക്ക് വരാം. ഉദാഹരണത്തിന്, നീ ഇപ്പൊ എന്താ പറയണത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? വാ പറഞ്ഞുതരാം, വാ. നിനക്ക് വേണ്ടത് തന്നെയാ എനിക്കും വേണ്ടത്. പക്ഷേ നിന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണല്ലോ. എനിക്കൊരാളെ ഇഷ്ടാന്ന് വെക്കാം, ആ ആൾക്ക് വേറൊരാളെ ഇഷ്ടാന്ന് വെക്കാം. ആ വേറൊരാള് എൻ്റെ ഇഷ്ടപ്പെട്ട ആളെ വിട്ടുപോകുമ്പോ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ആളോട് തോന്നുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് നഷ്ടപ്പെട്ട ആളോട് തോന്നുന്നതും എന്തോ അതാണ് ഇവിടുത്തെ നഷ്ടവും ദുഃഖവും. ഇഷ്ടപ്പെട്ട ആളും നഷ്ടപ്പെട്ട ആളും കഷ്ടപ്പെട്ടപ്പോ കഷ്ടം പിടിച്ച ആള് കുഷ്ഠം പിടിച്ച് ചത്തു. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ കാണാപ്പാടം പഠിച്ചതെന്നറിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടി. അത് നീ മറക്കരുത്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തെന്നാ പറയണേ? അപ്പൊ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയിരുന്നോ. ദേ, ഇങ്ങനെ പോയിക്കോ. ശശിയേട്ടൻ ഇന്നും ഭരണി തന്നെ. കഷ്ടം. പാറു കിടന്നോ? അവൾ ഉറങ്ങി. നീ ഒന്നും പറയാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല, ശരിയല്ലേ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. മിണ്ടരുത്. കള്ള പറയുന്നോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ വെറുതെ അതുവഴി പോയപ്പോ അവളാ നേഹ വെറുതെ വന്ന് നടക്കുമായിരുന്നു. പിന്നെ അവൾക്ക് ഭ്രാന്തല്ലേ? അത് ശരിയാ റോയിച്ച, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത്? അവളുടെ ഭ്രാന്തിന്റെ കാര്യം. ആനന്ദേ, ഈ സമയത്ത് ഒരുമാതിരി മണ്ടത്തരടിക്കല്ലേ? ഉഫ്. നിങ്ങളോട് അവൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറയാറുന്നില്ലേ? അതല്ല, നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാറുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞ റോയിച്ച സമ്മതിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ ചിന്തിച്ചേനെ. അത്രേ ചെയ്യുള്ളൂ റോയിച്ചൻ. അതാ റോയിച്ചന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അവള് പോയത് നന്നായി റോയിച്ച. അതെന്താ കാര്യം? അവൾ റോയിച്ചനല്ലേ സ്നേഹിച്ചത്, റോയിച്ചനെ പണത്തെയാ. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് സഹിച്ചില്ല. നീ കടന്നു കയറി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റോയിച്ച ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കില്ല, പോരെ? മാത്രമല്ല, റോയിച്ചന്റെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞാനും. ഞങ്ങളെ ഹാർട്ടി കൺട്രോൾമെന്റ്. കൺട്രോൾമെന്റ്സ് അല്ലടാ, കൺട്രോളൻസ്. ഹാർട്ടി കൺട്രോളൻസ്. എന്തായാലും അതിലൊരെണ്ണം റോയിച്ചന് ഇരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ കൂടെ നിന്നപ്പോ ഒരു രസത്തിന് ചുമ്മാ തുടങ്ങിയതാ നേഹായിട്ടുള്ളൊരു അഫയർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കോഫി ഷോപ്പിലും നമ്മുടെ വീട്ടിലും ഇനി പ്രേമം ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞ ആരെങ്കിലും നടന്ന അപ്പ കാണാൻ ബാക്കി. ടോണി കേട്ടല്ലോ? കേട്ടു. സാറ കേട്ടു. ആനന്ദ് കേട്ടു. പക്ഷേ എന്തോ ഒരു പക്ഷേ. അല്ല, ഇവരൊക്കെ ഫ്ലേട്ടിങ്ങിലും ലവ് അഫെയറിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത് സാഗരത്തിൽ നീന്തി കളിക്കുന്ന ആൾക്കാരാ. ഞാനാണെങ്കിൽ ആ സാഗരത്തിന്റെ മുമ്പിൽ കണ്ണും തള്ളി നിൽക്കുന്ന ഒരു കുട്ടിയും. എന്റെ സ്വപ്നങ്ങൾ മുളയിലേ നുള്ളണോ? വേണ്ട, നുള്ളണ്ട. ഓലക്കടിക്കും ഞാൻ, മനസ്സിലാടാ? ഇനി പ്രേമസിയും വേണ്ട. ഇതോടെ കഴിഞ്ഞു, പിടിയിട്ടല്ലോ. എന്റെ ആദ്യ പ്രേമത്തിന്റെ ആദ്യ തിരിച്ചടിയുമായി ഞാൻ മുന്നോട്ട്.